ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ വൈകിട്ടത്തേക്ക് എടുക്കാന്ന് വിചാരിച്ചിട്ടോ. പുറത്ത് പോകാണ്ട കാര്യങ്ങളും പിന്നെ നമുക്ക് തിരുവാതിരക്ക് സാധനങ്ങൾ മേടിക്കേണ്ട അങ്ങനെയൊക്കെ വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചത്. അപ്പോ നമുക്കൊരാള് വന്നിട്ടുണ്ട്, അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അമ്മ വന്നപ്പോ ഞാൻ കുളിക്കാൻ വേണ്ടി കയറിയതായിരുന്നു. അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അമ്മ ഞങ്ങൾക്ക് കാവത്തും പിന്നെ എന്താ ഇടിച്ചൊക്കെ ആയിട്ടാ വന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം, ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗ് ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ വീഡിയോയ്ക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇടിച്ചക്ക കേട്ടോ, നാളേക്ക് വേണ്ടിയിട്ട് ഇടിച്ചക്ക കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കാവത്ത. കഴിഞ്ഞല്ല കുറെ കൊല്ലം മുന്നേട്ടല്ലമ്മ ഒരു കാവത്ത് ഞാൻ പറിക്കാൻ വേണ്ടി പോണെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് അതിന്റെ ഇടയിൽ പറ്റിയില്ല. അപ്പൊ ഒരു കൊല്ലത്തിലല്ല കുറെ കൊല്ലം മുന്നേ ഞങ്ങളുടെ വീട്ടിന്റെ മേലെ ഒരു കിണറുണ്ടാകും ഭാഗത്ത് ഇതേപോലെ ഒരു ഇതുണ്ടായിരുന്നു. വെച്ച് പിടിപ്പിച്ചൊന്നുമില്ലല്ലോ നമ്മള് പറിക്കുമ്പോ അതിന്റെ സമയത്തല്ലേ കുഴിച്ചിടും. അച്ഛക്കുള്ള സമയത്ത് എന്നിട്ട് അതിന്റെ മൂക്ക് കുഴിച്ചിടും. അത് ഞാൻ എടുത്തുമ്പോ ഞാൻ ആരെക്കൂടേക്ക് മാന്തി അമ്മയും ഒരെണ്ണം കിട്ടിട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം അങ്ങനെ പോയിട്ട് ചെയ്ത് നോക്കി നോക്കാന്ന് പോസിറ്റീവ് ആയോ. അപ്പൊ അങ്ങനെ നോക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ എനിക്ക് പോകാനും പറ്റിയില്ല. അപ്പൊ അമ്മ റെഡിയാക്കി കൊടുത്തിരിക്കാൻ നമുക്ക് നാളേക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നാളെ കാവത്ത് പുഴുക്ക് ഉണ്ടാക്കണം. പിന്നെന്താ കൂവപ്പൊടി ഇരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ ഇനി ഞങ്ങള് കുറെ നേരം വലിച്ചു നീട്ടണില്ല. ഫുഡ് കഴിക്കാൻ 1 മണി 1:30 ആയി. അപ്പൊ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കട്ടെ. ബാ ഫുഡ് കഴിക്കാൻ. ചോറുണ്ട്, പിന്നെ ചീരത്തോരൻ, നമ്മുടെ ചിക്കൻ കറി, സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ട്, കുരുമുളകൊക്കെ ഇട്ടിട്ടാണ്. അപ്പൊ ഇതൊക്കെയാണ് ഫുഡ്. അപ്പൊ എല്ലാ ആഴ്ചയും നമുക്ക് ചിക്കൻ എല്ലാ ആഴ്ചയിലും ചിക്കൻ ഉണ്ടാവുന്നല്ല. ചിക്കൻ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം 3 ദിവസം കൂട്ടാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പൊ ഞായറാഴ്ചകളിലാണ് നമ്മൾ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ അധികം വെക്കാറ്. പക്ഷെ പിള്ളേരുണ്ടാവുമല്ലോ, ശനി ഞായറാഴ്ച ആകുമ്പോൾ അവർക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ഉണ്ടാവും. മറ്റേത് സ്കൂളിൽ പോയി രാത്രിയൊക്കെ കഴിച്ചില്ലേ എന്നുള്ള പേരല്ലോ. അപ്പൊ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ അത് കാരണമായിട്ട് ഞായറാഴ്ച അധികം മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പൊ ഇതിന്റെ എന്നും ഇതന്നെയല്ലേ കാണണമെന്ന് വിചാരിച്ചിട്ട് ഞാനാണ് വീഡിയോ എടുത്തൂല്ലേ. അപ്പോഴേക്കാണ് അമ്മ വന്നത്. അവന് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അമ്മ വരുന്നത് ഒരു പ്ലാനും ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അമ്മ വരുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് എന്തായാലും തിരുവാതിരയുടെ പുഴുക്ക് വെക്കാനുള്ള കാവത്തും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. ഇടിച്ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇടിച്ചക്ക ഉപ്പേരി. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കൊതി വരുമല്ലോ. അപ്പോൾ ഞാൻ അമ്മോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിലായിട്ടുണ്ടെങ്കിൽ പറയാനായിട്ട് അമ്മ, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും അമ്മയ്ക്ക് കിട്ടുകയാണെങ്കിൽ എനിക്കിവിടെ തരണേ ഒരു കഷ്ണം എന്നുള്ളത്. അപ്പോൾ അമ്മ ഒന്നും പറയാണ്ട് പെട്ടെന്ന് വന്നതാണേ. അതുകൊണ്ട് നമുക്ക് ചിക്കൻ നമ്മൾ മേടിച്ച് തരുന്നായിരുന്ന കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ കിഴങ്ങൊക്കെ വെച്ച് കറി കുരുമുളകൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് കറി സെറ്റ് ചെയ്തായിരുന്നു. പിന്നെ ചീരത്തോരനും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയ്ക്കും പൂജയ്ക്കും കൂടെ ഫുഡ് കൊടുക്കുകയാണ്. അതും പിന്നെ നമ്മുടെ നാരങ്ങ അച്ചാറില്ലേ എന്നിട്ടെ, അതൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇങ്ങനെ അലിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അവർ ഫുഡ് കഴിക്കുകയാണ്. ഞാൻ അവരുടെ കൂടെ ഇരുന്നു. എനിക്കിനി അമ്മ വാരി തരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അമ്മ വരുമ്പോൾ എനിക്കത് പതിവുള്ളതാണ്. അപ്പോൾ അതാവുമ്പോൾ എനിക്ക് നല്ലോണം ഫുഡ് കഴിക്കാം. നമുക്ക് അങ്ങനെയാണല്ലോ നമ്മുടെ അമ്മമാർ വരുമ്പോൾ, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്കില്ലല്ലോ. അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. എന്നെ സംബന്ധിച്ചതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. അപ്പോൾ അവർ ചോറുണ്ട് പറഞ്ഞപ്പോൾ അവരുടെ കൂടെ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ. അതുപോലെ തന്നെ പൂജുട്ടി നമ്മുടെ കൂടെ ഫുഡ് കഴിക്കാൻ ഇപ്പം ഇരുന്ന. മറ്റേത് അവൾ അങ്ങനെ ഓരോ സമയത്ത് കറക്റ്റ് സമയത്തൊന്നും കഴിക്കാറില്ല. രാവിലെ ചായ കുടിക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ ഇന്ന് ഷാജേട്ടൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പൂരവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നേരത്തെ പോവും. അപ്പോൾ ഞങ്ങളും തന്നെ ചായ കുടിക്കാനും എണീക്കാനും വേണ്ടിയിട്ട് ഷാജേട്ടൻ പോയിട്ട് പിന്നെ ഞങ്ങൾ കിടന്നു നേരത്തെ പോയതുകൊണ്ട്. അപ്പോൾ പിന്നെ അമ്മ ഒക്കെ വരുമ്പോഴേക്കും ഫുഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ അമ്മ ചോറ് വാരിത്തരാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് സമയമുള്ളൂ. അമ്മ ടപ്പേ തന്നെ പോകും. 3:30-4 മണിയൊക്കെ ആകുമ്പോൾ പോകുന്നതാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ അമ്മയ്ക്ക് അവിടെ തിരുവാതിരയുടെ ഒരുക്കം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളിപ്പോൾ പുഴുക്കുണ്ടാക്കുക, കൂവ വരക, അമ്പലത്തിൽ പോകുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ തിരുവാതിര നോയമ്പൊന്നും വ്രതം എടുക്കണില്ല കേട്ടോ. അപ്പോൾ കടംകുട്ടി കളിയൊക്കെ കഴിഞ്ഞ് വന്നു ഫുഡ് കഴിക്കാൻ കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കിടന്നു കേട്ടോ. വീഡിയോ ഒക്കെ കണ്ടിട്ട് അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു. അമ്മ പോവാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക, കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ ഇത് അമ്മ പോവാൻ വേണ്ടിയിട്ടിരിക്കുക കേട്ടോ. അമ്മ വന്നാൽ പെട്ടെന്ന് പോവും. 3:30 പറഞ്ഞതാണ് ഓട്ടോ. അപ്പം അതിൽ നേരത്തെ അമ്മ പോവും. നാളെ തിരുവാതിര അല്ല, അപ്പം അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അത് കാരണം നേരത്തെ പോണത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ പറഞ്ഞമ്മ. ഹായ്. കണ്ണൻകുട്ടി ഒരു സാധനം കൊടുക്കുന്നുണ്ട് കേട്ടോ. മുള്ളമ്പഴമല്ല പിന്നെ എന്താ മുള്ളങ്കായ പഴം കണ്ടോ. ഇതൊരു പാത്രം ഉണ്ട്, എവിടുന്നോ പറിച്ചു കൊടുത്തതാ. കഴുകിണ്ടത് നമ്മള് സ്കൂളൊക്കെ നമ്മളിതിനെന്താ പറഞ്ഞ തൊരട്ടിപ്പഴല്ലേ? തൊരട്ടിപ്പഴം മുള്ളമ്പഴം, നമ്മുടെ അവിടെയൊക്കെ മുള്ളമ്പഴം എന്നാ അറിയാം. ഒരു
മയിലാടിക്കുന്നിൽ തിന്നില്ല കേട്ടോ, കുരു തിന്നില്ല പിന്നെ. ആ മയിലാടിക്കുന്നുമ്പിലാകുമ്പോ അതുപോലെ തേത്ര അവിടെ ഇഷ്ടം പോലെ. ശരണടി ചത്തട്ടൊക്കെ വീണ്ട അവിടെ ഇഷ്ടംപോലെ ഉണ്ടത്. ചിലത് പുളിയാ, ചിലത് പുളിയാണ്. പക്ഷെ ഇഷ്ടത് അങ്ങനത്തെ കഴിക്കണ്ട് ചുളിഞ്ഞെടുത്ത് വെച്ചോ. ചുളിഞ്ഞ പാട്ടിയന്നെ അതൊക്കെ കൊറേ ഉണ്ട്. ഇനി ഇതിരുന്ന് കഴിക്കാം. ചിക്കൻ കറി എങ്ങനെയുണ്ട്? തോല് ചകിരി പോലെ. അപ്പം അമ്മ കുറച്ച് കഴിഞ്ഞാൽ പോവും ഗൈസ്. ഞങ്ങളിനി കുറച്ച് നേരം കൂടെ വണ്ടി വരുന്നവരും കൂടെ അവിടെ പുറത്തിരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരമായിട്ട് സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയിട്ടുള്ളൂ. അമ്മ ഉച്ചയായി വന്നപ്പോഴത്തേക്ക് തന്നെ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. മറ്റേത് പിന്നെ ഇനി ഓട്ടോ വരാൻ വിളിച്ചപ്പോൾ അവർക്ക് ഇനി ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വൈകും വരാൻ. അപ്പോൾ അമ്മ എന്തായാലും പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ കുറച്ച് നേരമാണെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പോകുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. ഇപ്പോൾ കുറച്ചായിട്ട് അധികമൊന്നും ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് പറ്റലില്ല കേട്ടോ. എന്നാൽ ആദ്യമൊക്കെ നമ്മൾ അങ്ങോട്ടായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ അങ്ങനെ വരില്ലല്ലോ. അങ്ങനെ പോകുമ്പോൾ അവിടെ കാണലുണ്ടല്ലോ. അപ്പോൾ അത് കാരണം വരും കേട്ടോ. വന്നാൽ തന്നെ ഇങ്ങനെ പെട്ടെന്ന് ഓടി. അമ്മ പോയിട്ടോ. അമ്മ ഇപ്പം ഇറങ്ങി. അമ്മ നേരത്തെ പോയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അമ്മയ്ക്ക് ഇങ്ങനെ വന്നിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് വന്ന് കണ്ടുപോയാൽ അമ്മയ്ക്ക് ഒരു സമാധാനം. ഞങ്ങൾ നാളല്ലേ ഇന്ന് അങ്ങോട്ട് പോണച്ചിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പം അമ്മ അങ്ങോട്ട് വന്നതാണേ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ഞാനും പൂച്ചുട്ടിയും കണ്ണൻകുട്ടിയും കൂടെ അവനൊരു കായ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ചുള്ളിപ്പഴം, ആ സാധനം എന്തോ ഒരു സാധനം, അതിൻ്റെ പേരും ഞാൻ മറന്നു. അതൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ചാണകമൊക്കെ കണ്ണൻകുട്ടീനെ കൊണ്ട് ഞാൻ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസമായിട്ട്. ഇന്നും കുറച്ച് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുന്നേയും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ മുറ്റത്ത് ഏതായാലും തിരുവാതിരല്ലേ, പണ്ടൊക്കെ മമ്പണിയൊക്കെ ചെയ്ത് മുറ്റമൊക്കെ ഇങ്ങനെ ചാണകമൊക്കെ മെഴുകിയിടുമ്പോൾ നല്ല രസമാണ്, വൃത്തിയാണ്. ആ മുറ്റത്ത് നിന്നിട്ട് പുറത്ത് അടുപ്പൊക്കെ കൂട്ടി അവിടെയാണ് നമ്മൾ ഈ തിരുവാതിരക്കാലൊക്കെ ആകുമ്പോൾ പുറത്ത് അടുപ്പ് കൂട്ടുക, മൺപണി എടുക്കുക, മുറ്റമൊക്കെ വൃത്തിയാക്കി എവിടെ തിണ്ടൊക്കെ മണ്ണുകൊണ്ടാവുമല്ലോ. അപ്പോൾ അതൊരു വല്ലാത്തൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാലമാണ് കേട്ടോ അത്. ഈ ഡിസംബർ ഒക്കെ പോലെ തന്നെയാണ് എനിക്ക് ഈ തിരുവാതിര മാസങ്ങളിലും ചാണകമൊക്കെ മെഴുകി വൃത്തിയാക്കി. പണ്ടൊക്കെ അത് വലിയ കാര്യമായി. ഇപ്പം അങ്ങനെ ചെയ്യണവരൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നാലും ഇപ്പോൾ അങ്ങനെ കാണാറില്ല. മൺപണിയും കാര്യങ്ങളും എല്ലാവരുടെ വീട്ടിലും മതിലും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ മണ്ണുകൊണ്ടുള്ള കട്ട പതിച്ചു. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ കാണാറില്ലല്ലോ. ഇത് ചെറുതിൽ ഭയങ്കര അറപ്പായിരുന്നു. എന്നിട്ട് ഭയങ്കര അറപ്പ് പറഞ്ഞിട്ട് ഇത് ഞാൻ കൈകൊണ്ട് തൊടുകയില്ല. എൻ്റെ ഗുരുവായൂരപ്പനൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഇതിനോട് പിന്നെ ഒരു അടുപ്പൊക്കെ കൃഷ്ണന് ഇങ്ങനെ ചാണകവും പശുവിനൊക്കെ ഇഷ്ടമല്ലേ. എന്നിട്ട് ഇങ്ങനെ കവർ കെട്ടിയിട്ടാണ് ഞാനിങ്ങനെ മെഴുക കേട്ടോ. എന്നിട്ട് അച്ഛൻ പറയും അങ്ങനെ വറുപ്പ് കട്ടയിൽ കല്യാണം കഴിഞ്ഞ് ചെല്ലണ വീട്ടിൽ നമ്മൾ അധികം ഈ ചാണകം മെഴുകേണ്ടി വരുമെന്ന്. പിന്നെ അവിടെ കല്യാണം കഴിച്ചിരുന്ന റൂമിൽ ആ റൂമിലും മാത്രം ചാണകം മെഴുകല. ആ റൂമിലും പിന്നെ വേറെ കഴിച്ചിടെ അവരുടെ റൂമിലും ബാക്കിയുള്ളിടത്തൊക്കെ കാവി. കറക്റ്റാണ്. പിന്നെ അതിനോട് അറപ്പ് കാണിക്കും. അറപ്പ് നല്ല സ്മെല്ല് പോവാത്തോണ്ട് ഒന്ന് പോരാ. ചെറുതിലൊക്കെ നമുക്ക് അറപ്പാവുമല്ലോ, എന്ന് വെച്ചാൽ നമുക്ക് അറിയില്ലല്ലോ ഇത് എന്താണെന്നുള്ളതുകൊണ്ട്. ഇപ്പം അറപ്പ് എന്നല്ല കേട്ടോ, നമുക്ക് സ്മെല്ല് പോകാത്തതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതാ. എന്നാൽ പിന്നെ എനിക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ ഓണമൊക്കെ ആകുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുക. വലുതാകുമ്പോൾ നമുക്കത് മാറുമല്ലോ. ചെറിയ കുട്ടികളുടെ ചെറുപ്പത്തിലെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ മുറ്റമൊക്കെ ഒരു ഭാഗം നമ്മൾ നല്ലോണം അടിപൊളിയായിട്ട് നമ്മുടെ വണ്ടി നിർത്തണെ കൊണ്ട് എന്തിനെ കാട്ടിയിട്ടും കാര്യമില്ല. വണ്ടി ഇങ്ങനെ വന്ന് കയറിയും പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അത് കാരണം. എന്നാലും നമുക്കതൊരു ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ട്, തിരുവാതിര അല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരും ഇഷ്ടമാണ്. ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ കിട്ടിയോണ്ടും ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്തു എന്നേ ഉള്ളൂ. രാവിലെ എണീക്കുമ്പോൾ അതൊരു ഐശ്വര്യമായിട്ട് തോന്നും, എനിക്കതൊരു വൃത്തിയായിട്ട് തോന്നും, അത്രയേ ഉള്ളൂ കേട്ടോ. അതിൽ വേറെ കാര്യമൊന്നുമില്ല. എന്നാലും അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ മുറ്റം മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. എന്താ വെച്ചാൽ അപ്പുറത്തൊക്കെ പൊടിയാണ്. അപ്പോൾ അത് കാരണം അടിക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാണ്, കല്ലും മുട്ടിയൊക്കെയാണ് കേട്ടോ. എന്നാലുള്ള പോലെ വൃത്തിയിൽ നമുക്ക് ചെയ്യാന്നേ ഉള്ളൂ. പക്ഷെ അത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അമ്മയൊക്കെൻ്റെയൊക്കെ ചെറുതിൽ കല്യാണം കഴിയുന്ന സമയം വരെ ഇപ്പോഴും കേട്ടോ, ഇപ്പോഴും മുറ്റത്ത് ചാണകമൊക്കെ മെഴുകും. പക്ഷേ പുറത്തടുപ്പില്ല. അന്നൊക്കെ പുറത്തടുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു സമയമാകുമ്പോൾ ആ പുറത്തടുപ്പുള്ളതിനെ ഒന്നും കൂടെ വൃത്തിയാക്കി ചാണകവും കരിയൊക്കെ വെച്ച് കഴുകി വൃത്തിയാക്കി അതൊരു വല്ലാത്തൊരു ഫീലാണ് ആ സമയത്ത്. വൈകുന്നേരം ചമ്മല കൂട്ടി അത് വെച്ച്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.